നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരിപ്പൂർ വിമാനത്താവള ചുറ്റുമതിൽ ഭാഗത്തെ കൂറ്റൻ പാറ പതിച്ച സമീപ വീട്ടിലെ കുടിവെള്ള ടാങ്ക് തകർന്നു. ചുറ്റുമതിലിന്റെ ബലക്ഷയമാണ് അപകട കാരണമെന്നാണ് കരുതുന്നത്. നെടിയിരിപ്പ്, ചിറകിൽ ചുങ്കം, കോട്ടപ്പറമ്പ്, മേലേക്കാവ്, ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത്. ഭയങ്കര ഭീഷണിയായിട്ട് മതിലിന്റെ കെട്ടും ഇതൊക്കെ പോയതൊക്കെ എയർപോർട്ടുകാർക്ക് കാട്ടി കൊടുത്താണ്. അതോട്ടി ഓഫീസർമാർ വന്നിനി ഇവിടെ അവർക്കൊക്കെ കാട്ടി കൊടുത്താണ്. പിന്നെ ഭീഷണിണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൗൺസിലറെ വിളിച്ച്, കൗൺസിലർ സൽമ കൗൺസിലർ ഞങ്ങളെ മാറ്റി താമസം ആക്കി. പിന്നെ ഇപ്പോൾ കോട്ടേഴ്സിലാണ് താമസം. 7500 രൂപ വാടക കൊടുത്താണ് നിൽക്കുകയാണ്. വിമാനത്താവള വളപ്പിലെ സംരക്ഷണ ഭിത്തിയിലെ വലിയ പാറയാണ് താഴേക്ക് പതിച്ചത്. വീട്ടുകാർ 2 ആഴ്ച മുൻപ് ഈ പാറ വീഴുമെന്ന ഭീഷണിയെ തുടർന്ന് മാറി താമസിച്ചിരുന്നു. അതിനാൽ വലിയ അപകടമാണ് ഇല്ലാതായത്. എയർപോർട്ട് അതോറിറ്റിയുടെ റൺവേയുടെ കിഴക്ക് വശത്തുള്ള മതിലിനോട് ചേർന്നിട്ടാണ് ഇന്ന് ഒരു ദുരിതമുണ്ടായിരിക്കുന്നത്. ഈ ഒരു ദുരിതം എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ മതിലിനോട് ചേർന്ന് താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കുമുള്ള ഒരു ദുരിതമാണ്. പല സമയങ്ങളിലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ദ്രവിച്ച് നിൽക്കുന്ന കോമ്പൗണ്ട് വാള്, അത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ വീട്ടുകാർക്ക് പ്രയാസമായി നിൽക്കുകയാണ്. പലതവണ അതോറിറ്റിയുമായി പരാതി നൽകിയെങ്കിലും അവരിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വപരമായ സംവിധാനങ്ങളൊന്നും നടന്നിട്ടില്ല. അടുക്കളയോടും ബാത്റൂമിനോടും ചേർന്നുള്ള ഇടത്തേക്കാണ് പാറ വന്നു പതിച്ചത്. ഇപ്പം ഇന്നലെ രാത്രി വൈകുന്നേരം ഒന്നായിട്ട് ഇടിഞ്ഞ് വീണ്. ഇതിപ്പോൾ ഞങ്ങൾ ഭീഷണിയായിട്ട് ഇത് കുറേ ഞാൻ കുത്തൊക്കെ കൊടുത്താണ് നിർത്തിയത്. ഇനിയത് അതൊക്കെ പോയിന്. വലിയ കമ്പി എടുത്താണ് കുത്തു കൊടുത്തിന് ഇതിന് കല്ലിന്. അതൊക്കെ കൊയിഞ്ഞാടി പോയി. ശേഷിക്കുന്ന ഇടങ്ങളും ഇടിയാൻ പാകത്തിൽ നിൽക്കുകയാണ്. ആവശ്യമായ പരിഹാരം വേണമെന്നും വിവരം എയർപോർട്ട് അധികൃതരെ അറിയിച്ചതായും നഗരസഭാ കൗൺസിലർ KP സൽമാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എയർപോർട്ട് കോമ്പൗണ്ടിലുള്ള വലിയ മരങ്ങളും ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതവണ പരാതി നൽകിയിട്ടും മാറ്റമൊന്നും ഇല്ലാത്ത കാരണം നവകേരള സദസ്സിൽ പരാതി നൽകുകയും അതിനുശേഷം റവന്യൂ വകുപ്പ് അടക്കം വന്ന് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എയർപോർട്ട് അതോറിറ്റി അന്നുള്ള മരങ്ങൾ വെട്ടിമാറ്റിയത്. എന്നാൽ ആ മരങ്ങളുടെ വേരുകൾ പോയിക്കൊണ്ട് വലിയ അപകടത്തിലേക്ക് നിൽക്കുന്ന ഒരു വലിയ കൂറ്റൻ പാറ, ആ പാറ മാറ്റുന്നതിനോ അല്ലെങ്കിൽ കോമ്പൗണ്ട് മതിൽ കൃത്യമായി സംരക്ഷിക്കുന്നതിനോ അതോറിറ്റി നിലപാടെടുത്തിട്ടില്ല. എയർ1 കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.